എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. മച്ചാമാരെ, അങ്ങനെ ഇന്നത്തെ ദിവസം തുടങ്ങി. രാവിലെ തന്നെ നമുക്കൊരു ഷൂട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ തിരിച്ച് ബാംഗ്ലൂർ എത്തി കേട്ടോ. ബാംഗ്ലൂർ എത്തി പരിപാടികൾ തുടങ്ങി. എൻ്റെ ഓഫീസിലോട്ട് പോവുകയാണ്. ഓൺ ദ വേ ആണ്. നമ്മളിപ്പം ഇന്നത്തെ ഷൂട്ടിൻ്റെ വിശേഷങ്ങളും എൻ്റെ കൂടെ ഉള്ളവരെല്ലാം ഞാനിന്ന് പരിചയപ്പെടുത്തി തരാം. നമ്മളെ ലൊക്കേഷനിലോട്ട് പോകാം കേട്ടോ. ഇത് വിശാൽ ഭായ്, ഇത് സൂരജ്. പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ. ഇതാണ് നമ്മുടെ സെറ്റപ്പ്. നമ്മളിന്ന് ഷൂട്ടിന് വേണ്ടി നമ്മള് റെന്റ് എടുത്ത സാധനങ്ങളാണ് ഇത് മൊത്തം. ഇതെല്ലാം ലൈറ്റിന്റെ ആളാണ്. നമ്മളെല്ലാം റെന്റിന് എടുത്തത്. സൂരജ്, നീ എവിടെന്നാണ് വന്ന വിശാൽ ഭായ്, ഇത് നമ്മുടെ ജയദേവ്. കുടുംബിയെ ഞാൻ പിടിച്ചു, ഉണ്ണിയമ്മേ കുടുംബിയെ ഞാൻ പിടിച്ചു. ഏറ്റവും പ്രായത്തിൽ കുറഞ്ഞ കുരുപ്പനാണ്. കുരുപ്പിന്റെ കുരുപ്പത്തിയാണ് ഇത്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. വിശാൽ ഭായിന്റെ മുതുമുത്തശ്ശന്മാരായിട്ട് ഉപയോഗിച്ചു വന്ന ക്യാമറ. വിശാൽ ഭായിയുടെ മുതുമുത്തശ്ശന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്യാമറ. വിശാലിയുടെ മുത്തച്ഛന്റെ പ്രായമുണ്ട് ഇതിന്. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. കണ്ടോ, കൊറേ ഉണ്ട് നമ്മുടെ കണ്ടോ. ദൈവമേന്ന് വിളി. കയ്യിലൊക്കെ തേച്ചേക്കാം. ആകെ ടയേർഡായി. 11 മണിയുടെ ഇടച്ചായ കുടിക്കാൻ പോയാലോ? അതിന് സമയമായില്ലല്ലോ, നീ ഇപ്പൊ വന്നേലേ ഉള്ളൂ. വന്നോണ്ടല്ലേ പറഞ്ഞത്. ഇതൊക്കെ എന്ത്? ഈ എല്ല് ശരിയാവുന്നില്ലല്ലോ. ഇപ്പൊ നമ്മുടെ മോഡൽസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മോഡൽസ് ഇന്നത്തെ സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സെറ്റാണ്. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകള് പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവ. ഒച്ച ഫോട്ടോയില് കിട്ടൂല മിസ്റ്റർ. അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഒന്ന് പുഞ്ചിരിക്കൂ. സ്മൈൽ. എന്നെ നോക്കൂ. നമ്മുടെ നീ കൊള്ളാമല്ലോ പെണ്ണെ. ഷൂട്ടൊക്കെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഗ്രൂപ്പ് എടുത്തോണ്ടിരിക്കുക. 12 മണിയൊക്കെ തീർന്നു. ഇത്തിരി അലങ്കോലപ്പണി മാത്രം ബാക്കിയല്ല. അലങ്കാരപ്പണി എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. കണ്ടോ, പാവങ്ങള് കഷ്ടപ്പെടുന്ന കണ്ടോ. ദിലുഭായി ഒക്കെ കണ്ടോ. ദിലുഭായി മേലാണെങ്കിൽ പണിയെടുക്കുന്ന ഞാൻ ഇപ്പോഴാണ് അത് കാണുന്നത്. ദിലുഭായി കസേര നനങ്ങാറില്ല. മേലാണെങ്കിൽ പണിയെടുക്കുന്ന ഞാൻ ഇപ്പോഴാണ് ദിലുഭായിയെ കാണുന്നത്. അതൊക്കെ നമ്മുടെ പിള്ളേരുടെ കഷ്ടപ്പാടെ ഞാനും ഒരെണ്ണം ഇറക്കി വെച്ചേട്ടോ, വയ്യാത്തോണ്ടാ. നമ്മുടെ ഇന്നത്തെ പരിപാടി ഫുള്ള് പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കിയിരിക്കുന്നു. നമ്മൾ പാക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.